ഇന്ന് ഞങ്ങളുടെ അയൽവാസിയുടെ കല്യാണത്തിന് വേണ്ടി ഓഡിറ്റോറിയത്തിലേക്ക് വന്നത്. ഞങ്ങളുടെ തൊട്ട വീട്ടിലത്തെ അമ്മായിയുടെ മരുകളൊക്കെയാണ്. അപ്പൊ ഇവരുടെ കൂടെയാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത്. തറവാട്ട് വീട്ടിലത്തെ അവളുടെ കൂടെ പോരാണ്. എല്ലാവർക്കും പാടെ വണ്ടിയിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഞാൻ ഇവരുടെ കൂടെ അങ്ങോട്ട് പോന്നിക്കായിരുന്നു. ഞങ്ങൾ വന്നിട്ട് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് തറവാട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വന്ന് വെൽക്കം ഡ്രിങ്ക് കുടിച്ച് പിന്നെ ഞങ്ങൾ കുറച്ചേരൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കല്യാണത്തിന് ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ പെണ്ണും ചെക്കനൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചേരൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് നീച്ച് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കണോടത്ത് തിരക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരോ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തിരക്കാവും, അപ്പൊ ഇങ്ങനെ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞോൾക്ക് വന്നിട്ടാണ് ഫുഡ് കഴിക്കാന്ന് കരുതി നിന്നതായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ നിന്നപ്പോൾ ഞാൻ കുഞ്ഞോൾക്ക് വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോന്നിക്കൊള്ളുന്നില്ല. അപ്പൊ അവര് വഴിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കഴിക്കുകയാണെങ്കിൽ കഴിച്ചോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി, പിന്നെ ചിക്കൻ സുർബിയാനും ചിക്കൻ പൊരിച്ചതും പിന്നെ പുളിയഞ്ചി ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് ഐറ്റംസ്. പിന്നെ ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് തറവാട്ടിൽ ഓലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓല അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നിയമോൾ ഇതാ പോയി ഐസ്ക്രീമും ഗുലാബ് ജാമും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐസ്ക്രീം വാങ്ങിക്കുന്നിടത്താണ് ഈ പുടുത്തം മുട്ട തിരക്കായിരുന്നു. അപ്പൊ പിന്നെ തിരക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഈ മക്കളാണോ ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഐസ്ക്രീമും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചെക്കനെയും പെണ്ണിനെയും കണ്ടിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാവരും ചെക്കനെയും പെണ്ണിനെയും കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ചെക്കനെയും പെണ്ണിനൊക്കെ കണ്ട് പിന്നെ അവിടുത്തെ പാട്ടും കേട്ട് ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് മക്കൾസ് ഇങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുതന്നെ കഴിക്കണം. ഇതൊക്കെ തന്നെയായിരുന്നു ഓരുടെ പരിപാടി. പെണ്ണിനും ചെക്കനെയും സ്റ്റേജിക്ക് കൊണ്ടുവരുന്ന കണ്ടിരുന്നു. ഞങ്ങളെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ ഐസ്ക്രീം വാങ്ങി അവിടെ നിന്ന് കഴിക്കുകയായിരുന്നു. ഈ ഒരു സംഭവം ഞങ്ങൾ മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും ഒപ്പം തന്നെയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.